ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. അത് ക്ലാസ് മുന്നോട്ട് പോകുമ്പോഴേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ലെങ്ത് കൂടും. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അതാ പറ്റി. ചെറിയൊരു ടോപ്പിക് ആയിരുന്നു, പക്ഷേ അതിൻ്റെ മുന്നും പിന്നും ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം വന്നപ്പോഴാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് പുതിയൊരു ക്ലാസ് ആയിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും അതുപോലെ തന്നെ നമ്മളെ മോൾ കോൺസെപ്റ്റ് കെമിക്കൽ ഇക്വേഷനിൽ എങ്ങനെ വരും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് രണ്ടും പറയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലെങ്ത് ചിലപ്പോൾ കുറച്ച് കൂടുതലാകാം. ഇനി നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി നിങ്ങൾക്ക് ഈ പറയുന്ന എഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിൽ ഒരിക്കലും ഈ ക്ലാസ് ഒറ്റയടിക്കിരുന്ന് കാണാൻ ശ്രമിക്കരുത്. ഒരു 2 ഭാഗമായിട്ട് കാണുക. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലാസ് നിർത്തിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ ഈ പറയുന്ന എന്ത് കണ്ടാൽ മതി, മോൾ കോൺസെപ്റ്റിൻ്റെ കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ മതി. കാരണം ഇവിടെ 2 ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ സമയം എത്ര പോകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇനി വീണ്ടും പാർട്ട് കൂട്ടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മിക്കവാറും ഇത് ഒറ്റ പാർട്ടായിട്ട് തന്നെ അങ്ങ് ഇടും. എടാ പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം. മോൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ അറ്റോമിക് മാസ്, അല്ലേ, അറ്റോമിക് മാസ്, അതുപോലെ മോളിക്കുലാർ മാസ്, അല്ലേ, മോളിക്കുലാർ മാസ്, അല്ലെ, അതുപോലെ പിന്നെ മോളാർ മാസ് എന്ന് പറയുന്ന ഭാഗം, അതുപോലെ എന്താണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്തുവാണ് സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുന്ന ഇക്വേഷൻ. പിന്നെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും വരുമ്പോൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇത് ഇത്രയും കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇന്നത്തെ ക്ലാസ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചതോ ആയിട്ടുള്ളതല്ല. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യുന്നത്തെ ക്ലാസ് കാണാൻ. തുടങ്ങുകയാണ്, കൂടുതൽ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ഇതുവരെ ഈ പറയുന്ന ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ നിയമങ്ങളാണ് പഠിച്ചത്? ആദ്യം നമ്മൾ ബോയിൽസ് ലോ പഠിച്ചു, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ചാൾസ് ലോ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? അവഗാഡ്രോസ് ലോ പഠിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് ഇവനെയും കൂടി അങ്ങോട്ട് കൂട്ടാൻ പോവുകയാണ്. ഇവരെ 3 പേരെയും ചേർത്ത് നമ്മൾ ഒരു പുതിയ ലോ ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗ്യാസിൻ്റെ വോളിയം, അല്ലേ, എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഈ വോളിയം ചേഞ്ച് ചെയ്യുന്നതാണ് ഇത്രയും പ്രശ്നത്തിന് കാരണം. അതിരിക്കുന്ന പ്രഷർ, ആ ഗ്യാസ് ഇരിക്കുന്ന ടെമ്പറേച്ചർ, അവിടെ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ്, ഇവരെ 4 പേരെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ ഒരു ഫണ്ടമെൻ്റലായ ഇക്വേഷനാണ്. അത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ തരുന്നു? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ഇവർ തമ്മിലുള്ള റിലേഷൻ തരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. PV = nRT എന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. കാണാതെ പഠിച്ചു വെച്ചു. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ബോയിൽ നിയമം പറഞ്ഞേ. വോളിയം എന്ന് പറയുന്നത് പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും, കൂടുകയോ അല്ലേ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ചാൾസ് ലോ എന്താ പറഞ്ഞത്? വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അവഗാഡ്രോയുടെ നിയമം എന്താ പറഞ്ഞത്? വോളിയം എന്ന് പറയുന്നത് അവിടെയുള്ള നമ്പർ ഓഫ് മോൾസിന് പ്രപ്പോർഷണൽ ആണ്. ക്യാപിറ്റൽ ഞാൻ അവിടെ സ്മോൾ എന്നായിട്ട് എഴുതുന്നു. ഓക്കെ, മൂന്നും കൂടി ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കിയേ. V ഈസ് പ്രപ്പോർഷണൽ ടു 1/P T സ്മോൾ n. എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താണ്, ഈ 1/P ഇപ്പുറത്ത് കിടക്കുന്ന ഒരു അരോചകമല്ലേ? നമുക്ക് അവൻ എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രപ്പോർഷണലിറ്റി ഇപ്പുറത്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? വേറൊന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റിയെ മാറ്റാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്യാസിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യും, പ്രഷറിനനുസരിച്ചും വോളിയത്തിനനുസരിച്ച് ടെമ്പറേച്ചറിനനുസരിച്ചും നമ്പർ ഓഫ് മോൾസിനനുസരിച്ചും ഒക്കെ ചേഞ്ച് ചെയ്യും. പക്ഷേ എല്ലാ ഗ്യാസിനും അത് ഒരുപോലെ അല്ല, ഗ്യാസുകൾക്കനുസരിച്ച് അത് മാറും. സോ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരണം. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവരുന്ന കോൺസ്റ്റൻ്റെ പേരാണ് R. ഇവിടെ കൊണ്ടുവരുന്ന കോൺസ്റ്റൻ്റെ പേരാണ് എന്ത്? R. ആറിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. പിന്നെ എന്തുണ്ട്? 1/P T n. ഞാൻ ഈ P ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. എനിക്ക് എന്ത് കിട്ടും? P × V = എന്താണ്? R T n എന്ന് കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. PV = സ്മോൾ n R T. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV = nRT. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കൺസിഡർ ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ.
ബോയ്സ് ലോ പറയുന്നു വോളിയം എന്ന് പറയുന്ന പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ അവിടെ ടെമ്പറേച്ചർ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ്. ചാൾസ് ലോ പറയുന്നു വോളിയം എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ്. അവഗാഡ്രോ പറഞ്ഞു എന്താണ്, ഈ പറയുന്ന പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മൂന്നും കൂടെ ഒരുമിച്ച് എഴുതി, പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p ടി എൻ, ഓർ പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൻ ഇൻറ്റു ടി. കോൺസ്റ്റന്റ് പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പഠിക്കേണ്ട, വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചാൽ മതി. സോ നമ്മളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടി, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഈ ഇക്വേഷൻ്റെ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ഇതിനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഈ ഗ്യാസിൻ്റെ ഈ പറയുന്ന നിയമങ്ങൾ ഒബേ ചെയ്യുന്ന ഗ്യാസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐഡിയൽ ഗ്യാസസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സെറ്റായി കഴിഞ്ഞു. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? നമ്മളിപ്പോൾ പഠിച്ച ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം ഒരുമിച്ച് എഴുതി നമ്മൾ ഇക്വേഷൻ കിട്ടി. പി വി ഈക്വൽ ടു എൻ ആർ ടി, പി വി ഈക്വൽ ടു എൻ ആർ ടി, പി വി ഈക്വൽ ടു എൻ ആർ ടി. കാണാതെ പഠിച്ചു വെച്ചു. അപ്പോൾ പി വി ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിനും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനും അവിടുത്തെ ടെമ്പറേച്ചറിനും പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ പേരാണെന്ത്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ്റെ പേരാണ് എന്ത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സെറ്റാണ്. ഓക്കെ ആണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് എഴുതാൻ നോക്കിയാലോ. എന്തൊക്കെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? അത് ഞാനിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ വന്നേക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ഒന്ന് നോക്കി, ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ ചോദ്യം എന്താണ്? 224 ലിറ്റർ ഓഫ് ഓക്സിജൻ ഈസ് ടേക്കൺ അറ്റ് STP. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞത്, ഒരു ട്രിക്ക് പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും STP എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഗിവൺ വോളിയം അല്ലേ, ഗിവൺ വോളിയം. ഓക്കെ, ഇതെന്ത് പറ്റി? പേന മാറിപ്പോയതാണ് കേട്ടോ. ഗിവൺ വോളിയം. ഓക്കെ, വൺ സെറ്റപ്പാണ്, പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷമുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയോ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും STP എന്ന് കണ്ടു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം ആയിരിക്കും. ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം ആയിരിക്കും. മോളാർ വോളിയം മറ്റെന്താണ്? STP അല്ലേ. ഞാൻ പറഞ്ഞു ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇന്നത്തെ ക്ലാസ് കാണാം, അല്ലെങ്കിൽ അവസാനം ഇപ്പോൾ നോക്കിയോ, അതായത് കിളികളൊക്കെ പറന്നു പോകണം, നമുക്ക് കാണാം. അപ്പോൾ ചോദ്യം എന്താ നോക്കട്ടെ. 224 ലിറ്റർ ഓക്സിജൻ നമ്മൾ STPയിൽ എടുത്താൽ അതിലെത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാകും? 224 ലിറ്റർ ഓക്സിജൻ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്തു കഴിഞ്ഞാൽ അതിലെത്ര മോൾസ് ഉണ്ടാകും? നമ്മളാകെ പഠിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന 1 മോൾ ഓഫ് ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന 22.4 ലിറ്റർ ആയിരിക്കും. അതേ നമുക്കറിയാവും. നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 224 ലിറ്റർ ഓക്സിജൻ ഇരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും. ഇവിടെ എത്ര മോൾസ് ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ മാസ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യം വളരെ ക്ലിയറായിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും ഇവിടെ വെപ്രാളം കാണിക്കുകയോ ചാടി കയറി ചെയ്യാനോ നിൽക്കരുത്. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. നന്നായിട്ടൊന്ന് വായിച്ചേ. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കിടന്ന് കറക്കുന്നുണ്ട് അല്ലേ. റിലേറ്റീവ് അറ്റോമിക് മാസ്, മോളാർ മാസ്, മോളിക്കുലാർ മാസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് തള്ളി കയറി വരും. അതിന് വരാൻ അനുവദിക്കരുത്. അങ്ങനെ നമ്മൾ ചോദ്യത്തിൻ്റെ ഓരോ വാക്കുകളെയും ശ്രദ്ധ വെച്ച് കേൾക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മോൾസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ മോൾസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷനാണ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. ആദ്യം പഠിച്ച ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് അല്ലേ, ആണോ? ഇതാണ് ഒരു മോളിൻ്റെ മാസ് അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ മാസ്. തന്നിട്ടുള്ള മാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഗിവൺ മാസ് എന്ന് പറയുന്നത് നോക്കിയേ, 22.4 ലിറ്റർ ആണ്. അപ്പോൾ ലിറ്റർ തന്നിരിക്കുന്ന മാസാണോ? അല്ല, വോളിയം ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. STP എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വോളിയത്തിനെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കണം. ഏത് ഇക്വേഷൻ? നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേടാ ഒരു ഇക്വേഷൻ. ഏതാണ് ഈ ഇക്വേഷൻ? ഏതാണ്? ഗിവൺ വോളിയം ഇൻ ലിറ്റേഴ്സ് അല്ലേ, ഗിവൺ വോളിയം ഇൻ ലിറ്റേഴ്സ് ബൈ മോളാർ വോളിയം അറ്റ് STP. ഈ ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് നമ്മൾ കണ്ടെത്തണം. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ ചോദ്യം നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ ചാടിക്കയറരുത്. ചോദ്യത്തിൻ്റെ വരികൾ പോലും ശ്രദ്ധിച്ചിട്ട് തന്നിട്ടുള്ള ഡേറ്റയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള വോളിയത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഗിവൺ വോളിയം എന്ന്.
അപ്പോൾ തന്നിട്ടുള്ള വോളിയത്തിന് നമുക്ക് എന്ത് എഴുതാം? ഗിവൺ വോളിയം എന്ന് എഴുതാം. ലിറ്റർ വോളിയത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. അത് അറിഞ്ഞുകൂടെങ്കിൽ ഒന്നുകൂടി ആ ക്ലാസ് കാണണം കേട്ടോ. 224 ലിറ്റർ. കണ്ടുപിടിക്കാനുള്ളത് ഒന്ന് നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. n ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷനാണ് ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. അപ്പോൾ നമുക്ക് എന്തറിയണം? മോളാർ വോളിയം അറിയണം അല്ലേ? മോളാർ വോളിയം അറിയണം. മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഓക്സിജൻ്റെ നമുക്ക് 16 രണ്ടെണ്ണം ഉണ്ട് 32 എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ മോളാർ വോളിയമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം. ഏത് ഗ്യാസും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്താൽ അത് ഒക്കുപ്പൈ ചെയ്യുന്നത് ഒരേ വോളിയം ആയിരിക്കും. അതാണ് അതിൻ്റെ മോളാർ വോളിയം. അത് എത്രയാണ്? 22.4 ലിറ്റർ ആണെന്ന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 224നെ ഡിവൈഡ് ചെയ്യുന്നു 22.4 വെച്ചിട്ട് എത്ര കിട്ടും? നമ്മളൊന്ന് നോക്കി 2 മുകളിലും താഴെയും നമുക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ഇരിക്കട്ടെ. അപ്പോൾ എത്രയായി? 2240 അപ്പോൾ 224 ആ പോയിന്റ് കിടക്കുകയാണ് ഒരു തവണ അല്ലേ? അപ്പം 10 മോൾ എന്ന് കിട്ടും ഉത്തരം. എത്രയാണ്? 10 മോൾസ് എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം കിട്ടി 10 മോൾസ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 10 മോൾസ്. ഓക്കെ, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഇവിടെ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം കിട്ടിയല്ലോ 10 മോൾസ്. രണ്ടാമത്തെ ചോദ്യം നോക്കി, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ ഇറ്റ്? എത്ര മോളിക്യൂളുകളുണ്ട്? നമുക്കറിയാം, ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 നമ്പറുകളാണുള്ളത്. അത്രയും മോളിക്യൂളുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 10 മോളുണ്ടല്ലോ. അപ്പോൾ എത്ര മോളിക്യൂൾ ഉണ്ടാവും? 10 ഇൻറ്റു അല്ലേ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. സോ 10 ഇൻറ്റു എന്താണ്? 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23 എന്നുള്ള 24 ആവും. ഇതാ കിട്ടി. ഓക്കെ, നമുക്ക് ഉത്തരം കിട്ടി. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സിജൻ. കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയവും മാസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ള മാസാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അതിപ്പോൾ വോളിയം വെച്ച് കണ്ടുപിടിച്ചതായാലും ശരി, മാസ് വെച്ച് കണ്ടുപിടിച്ചാലും ശരി, മാറ്റമൊന്നുമില്ല. എത്രയുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 10. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? മാസ് ഓഫ് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മാസ് ഓഫ് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതായത് ഗിവൺ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഗിവൺ മാസ് ഓഫ് ഓക്സിജൻ. ഈ തന്നിട്ടുള്ള ഓക്സിജൻ്റെ മാസ് എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്തറിയാം? മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം അല്ലേ? മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഓൾറെഡി അറിയാം. കാരണം ചോദ്യത്തിലും ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ O2 ആണ്. O2 ആകുമ്പോൾ 16 ഇൻറ്റു 2 എത്ര? 32 ആണ് മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഒരു ഓക്സിജൻ 16, 2 ഓക്സിജൻ ആകുമ്പോൾ 14 + 16 32 അങ്ങനെയാണ് കിട്ടുന്നത്. അതാ പറഞ്ഞത് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം N ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് അല്ലേ? ഗിവൺ മാസ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളത് ഗിവൺ മാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്നിനെ, നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗിവൺ മാസ് കിട്ടും. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു നമുക്ക് എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു മോളിക്കുലർ മാസ് എത്രയായിരിക്കും? 32. 10 ഇൻറ്റു 32 320 മാസാണ്. അപ്പോൾ ഗ്രാമിലാണ്. 320 ഗ്രാമാണ് നമ്മുടെ ഉത്തരം. ഇതാ കിട്ടി 320 ഗ്രാം. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിയോ? ആ പറഞ്ഞ അത്രയും കാര്യങ്ങൾ വളരെ ക്ലിയറായി നിങ്ങൾക്ക് അറിയായിരിക്കണം. ഒന്നുകൂടി പറഞ്ഞു തരണോ ആ കാര്യങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആദ്യം പഠിച്ചു നമ്പർ ഓഫ് മോൾസ്. എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? 6.022. ഞാനിവിടെ ഒന്ന് എഴുതരട്ടെ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തൊക്കെ അറിയാം? മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. മോൾ എന്ന് വെച്ചാൽ എണ്ണത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്താൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ടാകും നമുക്കറിയാം. ഈ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാസ് വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? മാസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വോളിയം വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. മാസ് വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗിവൺ മാസ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ്.
എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? ഒരു മോളിക്യൂൾ എടുക്കുന്നു, അതിനകത്തുള്ള ആറ്റങ്ങൾ ആരെന്ന് മനസ്സിലാക്കുന്നു, അവരുടെ അറ്റോമിക് മാസ് കൂട്ടിയാൽ മോളിക്കുലാർ മാസ് കിട്ടും. ഇനി വോളിയം വെച്ച് നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും? ഗിവൺ വോളിയത്തിനെ മോളാർ വോളിയം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മോളാർ വോളിയം നമുക്ക് സുഖമാണ്, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്? അതെല്ലായ്പ്പോഴും 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. തെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ മതി, നമുക്ക് കാര്യങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കടാ. ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയം ഫ്രം ദ വൺസ് ഗിവൺ ബിലോ അറ്റ് STP. അപ്പോൾ STP ആണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ആവശ്യം. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നോക്ക്, ചോദ്യത്തിൽ പറയുന്നത് എന്താ? ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയം. നമുക്ക് 64 ഗ്രാം ഓക്സിജൻ ഉണ്ട്, 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 2 × 6.022 × 10⁻23 അമോണിയം മോളിക്യൂൾസും ഉണ്ട്. ഇതിൽ ആരായിരിക്കും സെയിം വോളിയത്തിലുള്ളവർ? ഇവരിൽ 3 പേരിൽ ആരാണ് സെയിം വോളിയം? നമ്മൾ സെയിം വോളിയം എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചു. എന്താ സെയിം വോളിയം? ഇതല്ലേ സെയിം വോളിയം അല്ലേ? നമ്മൾ സെയിം വോളിയം എന്ന് പറഞ്ഞൊരു വാക്ക് എവിടെയാണ് പഠിച്ചത്? നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലാണ് പഠിച്ചത്. അവിടെ എന്താ പഠിച്ചത്? STPയിലിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ പ്രഷറിൽ ഇരിക്കുന്ന 1 മോള് ഗ്യാസിനകത്ത് 1 മോള് ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ വോളിയം കിട്ടണമെങ്കിൽ എന്ത് ഈക്വൽ ആയാൽ മതി? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയാൽ മതി. അപ്പോൾ ഈ 3 പേരിലും ആർക്കൊക്കെയാണ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഈക്വൽ വോളിയം ഉണ്ടെന്നും അസ്യൂം ചെയ്യാനായിട്ട് പറ്റുമല്ലോ? പറ്റൂലേ? പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉള്ളവരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ മതി. ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്ത് പറയുന്നുണ്ട്? STP എന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. അപ്പോൾ അത് ഈക്വൽ വോളിയം തന്നെ ആയിരിക്കും. 64 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാസ്സാണ്, വോളിയം അല്ല, മാസ്സാണ്. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഗിവൺ മാസ് എത്ര? 64. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 32. അപ്പോൾ 64/32 2 മോളെന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അടുത്ത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഗിവൺ മാസ് 44 ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെത് 12, ഓക്സിജൻ്റെത് 32. 32 12 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 44. അപ്പോൾ എന്താണ്? 44/44 എത്ര കിട്ടും? 1 മോളെന്ന് കിട്ടും. കിട്ടിയോ? അടുത്ത് നോക്കടാ. 2 × 6.022 × 10⁻23 അമോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 6.022 × 10⁻23 എന്ന് പറയുന്നതല്ലേ 1 മോള്? അങ്ങനെയുള്ള 2 എണ്ണം ഇവിടെ ഉണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? 2 × 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്താ? 2 മോൾ ഉണ്ടെന്നല്ലേ? അല്ലേ? 2 × 6.022 എന്ന് വെച്ചാൽ 1 മോള്, × 2 എന്ന് വെച്ചാൽ 2 മോൾ. അപ്പോൾ ഇവിടെ അമോണിയയുടെ എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ് ഉണ്ട്. എത്രയുണ്ട്? 2 മോൾസ് ഉണ്ട്. അപ്പോൾ നോക്കടാ, ഇവർ 3 പേരിൽ ഈക്വൽ മോൾ ഉള്ളത് ആർക്കൊക്കെയാണ്? 64 ഗ്രാം ഓക്സിജൻ 2 മോള്, 2 × 6.022 × 10⁻23 അമോണിയ എന്ന് പറഞ്ഞാൽ 2 മോള്. അപ്പോൾ ഇവിടെ ഈക്വൽ വോളിയം വരുന്ന ആരൊക്കെ ആയിരിക്കും? എയും സിയും ആണ് ഈക്വൽ വോളിയം വരുന്നത്. ഓക്കെ, എയും സിയും ആണ് എന്ത് വരുന്നത്? ഈക്വൽ വോളിയം വരുന്നത്. അതായത് എയും സിയും ഇവിടെ എത്ര ഉണ്ട്? 22.4 ലിറ്റേഴ്സ് ഉള്ള 2 എണ്ണം. അപ്പോൾ എത്ര? 44.8 ലിറ്റേഴ്സ് വെച്ച് 2 പേരും ഉണ്ട്. അപ്പോൾ 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 × 6.022 × 10⁻23 അമോണിയ എന്ന് പറഞ്ഞാൽ 2 പേരുടെയും വോളിയം എന്ന് പറയുന്നത് തുല്യമാണ്. കാരണം അവരുടെ നമ്പർ ഓഫ് മോൾസ് തുല്യമാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഇനി നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോവുകയാണ്. മോൾ കോൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മോൾ കോൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷനിൽ ഇവിടെ എന്താണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്നൊരു ഐഡിയ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നോക്കിക്കോടാ, നമുക്കറിയാം മോൾ കോൺസെപ്റ്റിൽ നമ്മൾ ചെറിയ ഗ്യാസുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുന്ന എലമെൻ്റ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഇവർ ഈ പറയുന്ന ആൾക്കാർ ചെറുതായതുകൊണ്ട് തന്നെ അത് 1, 2, 3 ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുക, അതുമായിട്ടുള്ള റിയാക്ഷൻ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ബൾക്കായിട്ട് എടുത്തു. ആ ബൾക്കായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ അളവിലെടുത്തു. ആ വലിയ അളവിൻ്റെ പേരാണ് 1 മോൾ. അല്ലേ? നമ്മൾ സബ്സ്റ്റൻസിന് 1, 2 എന്ന് പറയാതെ 1 മോൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1 ഡസൺ എന്ന് പറയുന്ന പോലെ 1 മോൾ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മോളുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻസിൽ മോൾ കോൺസെപ്റ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി. എടാ, നിങ്ങൾ വെള്ളം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടല്ലോ? വെള്ളം എല്ലാ കുട്ടികളും പറയും. ഹൈഡ്രജനും ഓക്സിജനും പരസ്പരം ചേർന്നിട്ടാണ് എന്തുണ്ടായത്? വെള്ളം ഉണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ലൈഫിൽ, അല്ലെങ്കിൽ എനിക്ക് ലാബിൽ എനിക്ക് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന
രീതിക്ക് നമ്മൾ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂട്ടിച്ചേർത്താൽ ഒരിക്കലും ഒരു വെള്ളം കിട്ടാൻ പോകുന്നില്ല. അല്ല, നമ്മൾ ഈക്വേഷൻ ആദ്യം എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഒരു ബാലൻസ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാവോ? ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അറിയാവോ? ബാലൻസ് ചെയ്യാൻ ഒന്നുമില്ല, സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഇടതുവശത്തും വലതുവശത്തുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് മനസ്സിലാക്കണം. ഇടതുവശത്തുള്ളത് ആരൊക്കെയാണ്? ഹൈഡ്രജൻ മോളിക്യൂള്, ഓക്സിജൻ മോളിക്യൂള്, വലതുവശത്തുള്ളത് വാട്ടർ മോളിക്യൂള്. ആറ്റവും മോളിക്യൂളും തമ്മിലൊക്കെ തിരിച്ചറിയാനുള്ള അറിവ് ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇവിടെ ഇവരുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ സംഭവം? ഇടതുവശത്ത് ഹൈഡ്രജൻ ഉണ്ട്, വലതുവശത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഈ ഇടതുവശത്തും വലതുവശത്തുള്ള ഹൈഡ്രജൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. ഇടതുവശത്തും വലതുവശത്തുള്ള ഓക്സിജൻ്റെ എണ്ണവും സെയിം ആയിരിക്കണം. അതിനെ സെയിം ആക്കുന്നതിനാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര നോളജ് ഇല്ലെങ്കിൽ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തൊരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തേക്കാം, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. സമയമുള്ളവർ കണ്ടാൽ മതി. അത് അല്പം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ക്ലാസ്. അതിൻ്റെ തുടക്കം കാണേണ്ട, ആദ്യത്തെ 2 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടാൽ മതി. നിങ്ങൾക്ക് അത് 10ാം ക്ലാസ് CBSE പിള്ളേർക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു ക്ലാസ്സാണ്. പഴയ ക്ലാസ് എന്തോടെ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല, എങ്കിലും ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അവിടെ ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ. ഇവിടെ ഇടതുവശത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്, H2. വലതുവശത്ത് എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്, H2. ഓക്കെ. ഇവിടെ ഓക്സിജൻ എത്രയുണ്ട്? O2. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ ബാലൻസ് ചെയ്യണം. അതായത് ഇവിടെ O2 ഉണ്ട്, ഇവിടെ OA ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുമാർ പറയുന്നത് ഇവിടെ ഒരു O2 ഇവിടെ 2 ഇട്ട് കൊടുത്താൽ സാറേ ഈക്വൽ ആയില്ലേ? പക്ഷേ തെറ്റാണ്. H2O ആണ് വാട്ടർ. H2O2 എന്ന് പറയുന്ന വെള്ളമല്ല. അപ്പോൾ ഒരു മോളിക്യൂളിനെ കണ്ട തിരിച്ചറിയാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ മോളിക്യൂളിനകത്ത് കയറി കളിക്കരുത്. അപ്പോൾ ഇടതുവശത്തെ നമ്പർ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇവിടെ ഞാൻ ഒരു 2 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ 2 ഓക്സിജൻ. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? 2 × H2O എന്നാണ്. അപ്പോൾ 2 × H ഉണ്ട്, 2 × OU ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. ഇക്വേഷൻ ബാലൻസ് ആയി ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ തെറ്റി. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഒരു നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2H2 + O2 gives 2H2O. അപ്പോൾ 2 ഹൈഡ്രജൻ മോളിക്യൂളിനെയും ഒരു ഓക്സിജൻ മോളിക്യൂളിനെയും തമ്മിൽ ചേർത്താൽ നമുക്ക് 2 വാട്ടർ മോളിക്യൂൾ കിട്ടുമെന്നറിയാം. പക്ഷേ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഞാൻ ഇത് എവിടെ നിന്ന് തപ്പിയെടുക്കും? ഹൈഡ്രജൻ എപ്പോഴെങ്കിലും ഈ ഒന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതൊരു ഗ്യാസ് അല്ലേ? അപ്പോൾ അതിങ്ങനെ ഒരു വലിയ അളവിലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ഒന്നായിട്ട് കിട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലാബിൽ വാട്ടർ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് ആകെ അളക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നത് ഒന്നുകിൽ വെയിറ്റ് അളക്കാൻ പറ്റും, അല്ലെങ്കിൽ വോളിയം അളക്കാൻ പറ്റും. ഈ വെയിറ്റോ വോളിയമോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തൂക്കം അളവിലെടുത്ത് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ മോളിക്യൂൾ ലെവലിൽ ഒരു കെമിക്കൽ ഇക്വേഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് മോളിക്കുലർ ലെവലാണ്. 2 മോളിക്യൂൾ ഹൈഡ്രജൻ, 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ചേർന്നപ്പോൾ 2 മോളിക്യൂൾ വെള്ളം ഉണ്ടായി. മോളിക്കുലർ ലെവലിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ആ ഇക്വേഷനകത്ത് എപ്പോഴും നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? മോളിക്യൂളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മോളിക്കുലർ ലെവലിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്കിത് ലാബിൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന സാധനത്തിനെ ഗ്രാമിലോട്ട് മാറ്റണം. എന്തിലോട്ട് മാറ്റണം? ഗ്രാമിലോട്ട് മാറ്റണം. വെയിറ്റാണ്. വെയിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല അല്ലേ? അതായത് ഇപ്പോൾ പറയുന്നത് 5 ഗ്രാം ഓഫ് ഹൈഡ്രജൻ അല്ലേ? ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി അല്ലേ, 3 സ്പൂൺ കടുക്. ഈ ഒരു അളവിൽ പറയുമ്പോഴല്ലേ നമുക്ക് കറി കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടേസ്റ്റുള്ള സാധനം കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ കൃത്യമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ റിയാക്റ്റൻറ്റുകൾ നമ്മൾ ഈക്വൽ അളവിൽ ചേർക്കണം. അല്ലെങ്കിൽ നമുക്കൊരു അറിവുണ്ടാവണം. വീട് വയ്ക്കാൻ പോവുക. വീട് വയ്ക്കാൻ സിമൻറ്റ് വെച്ചിട്ടാണ് വീട് വയ്ക്കുന്നത്. എത്ര ചാക്ക് മണൽ, എത്ര ചാക്ക് സിമൻറ്റ്, എത്ര ചാക്ക് ചല്ലി, ഇത്ര ചാക്ക് ഒരു വീടുണ്ടാക്കാൻ വേണമെന്ന് എഞ്ചിനീയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയല്ലേ നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ അളവ് വേണ്ടേ? അതുപോലെ കെമിസ്ട്രിക്കകത്തും അളവ് വേണം. പക്ഷേ അളവിൽ മോളിക്കുലർ ലെവലിൽ അളവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ? ഒരു ചല്ലി വെച്ചിട്ട് 32,52,643 ചല്ലി വേണം എന്ന് പറഞ്ഞാൽ അത് പോയി എണ്ണി വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളതിൻ്റെ തൂക്കത്തിൽ പറയും. അപ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് മോളിക്യൂളുകളുടെ അളവ് തൂക്കത്തിലോട്ട് മാറ്റണം, വെയിറ്റിലോട്ട് മാറ്റണം. അപ്പോൾ വെയിറ്റിലോട്ട് മാറ്റാനാണ് നമ്മളിവിടെ മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. ഏതൊരു കെമിക്കൽ റിയാക്ഷനും അതിൻ്റെ അളവ് നമുക്ക് വെയിറ്റ് പറയാൻ വേണ്ടി നമ്മൾ മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന മോളിക്യൂളുകളെ പറ്റിയിട്ടാണ്. ഇവിടെ പറയുന്ന ആരെ പറ്റിയിട്ടാണ്? മോളിക്യൂളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മോളിക്യൂളിനെ ഡയറക്റ്റായിട്ട് ഗ്രാമിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ വെയിറ്റിലോട്ട് മാറ്റാൻ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനാദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റാം. എന്തിലോട്ട് മാറ്റാം? മോൾസിലോട്ട് മാറ്റാം. മോളിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? ഗ്രാമിലോട്ട് മാറ്റാൻ എളുപ്പമാണ്. അതിൻ്റെ വഴിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയോ, മോൾ കോൺസെപ്റ്റ് കെമിക്കൽ ഇക്വേഷൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കണം. മാസ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു കെമിക്കൽ ഇക്വേഷനെ നമുക്ക് മാസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോളിലും അതിൻ്റെ മാസിലും റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളുടെ മാസ് റേഷ്യോയിൽ പറഞ്ഞിട്ട് നമുക്ക് എത്ര ചേർത്താൽ എത്ര കിട്ടും, എങ്ങനെ ചേർത്താൽ എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത് നമ്മൾ ആദ്യം വെള്ളത്തിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയോടാ,
ഈ മോളിൽ തന്നേക്കുന്ന ഇക്വേഷൻ്റെ പേരാണ് സാധാരണ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇവിടെ നമ്മൾ പറയുന്നത് മോളിക്യൂളുകളെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? വെയിറ്റ്, തൂക്കം, ഗ്രാമിലോട്ട് മാറ്റണം. അതിന് നമ്മൾ ആദ്യം പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തന്നിട്ടുള്ള ഈ നമ്പർ ഉണ്ടല്ലോ, ഈ ഇടതുവശത്ത് ഇവിടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അർത്ഥം ഒന്നെന്നാണ്. ഈ നമ്പറിനെ നമ്മൾ എന്തിലോട്ട് മാറ്റും? മോൾ എന്ന് പറയും. അതായത് 2 മോളിക്യൂൾ ഓഫ് H2O എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 മോൾ ഓഫ് H2O എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം? മോളിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. അത് നമ്മൾ എന്തിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും? ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കും. അതായത് 2H2 എന്ന് പറയും, നമ്മൾ എന്ത് പറയും? 2 മോൾ H2O, 2 മോൾ ഹൈഡ്രജൻ എന്ന് പറയും. ഒരു O2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറയും. 2H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോൾ ഓഫ് വാട്ടർ എന്നും പറയും. മോള് കിട്ടി. ഇനി എനിക്കതിനെ ഗ്രാമിലോട്ട് മാറ്റണം. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ ഗിവൺ മാസ്. എന്താണ് ഗിവൺ മാസ്? അതിൻ്റെ മാസ് എന്നങ്ങ് പഠിച്ചാൽ മതി. ബൈ മോളിക്കുലാർ മാസ് ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഗിവൺ മാസ് ഇൻ ഗ്രാമിൽ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് 2 മോൾ ഹൈഡ്രോജനിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 2 മോളിൻ്റെ 2നെ ഹൈഡ്രോജൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1 മോൾ ഓക്സിജനിൽ, തൊട്ട് മുമ്പത്തെ ചോദ്യം നമ്മൾ ചെയ്തു, 1 മോൾ ഓക്സിജനിൽ എത്ര ഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ 1 മോൾ ഓക്സിജൻ്റെ വെയിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 1 മോളാണ്. അപ്പോൾ 1 മോളിലെ ഒന്നിനെ നമ്മൾ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വെയിറ്റ് എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 2 മോൾ വാട്ടറിൻ്റെ എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2നെ വാട്ടർ H2Oയുടെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കിട്ടുമല്ലോ. അതാ ഈ ഇക്വേഷൻ വെച്ച് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് പറയാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇൻ്റർപ്രിട്ടേഷൻ ഇൻ മാസ്. നമ്മളിതിനെ മാസിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ചെയ്യാൻ പോകുന്നു? ആദ്യം വെള്ളം 2 മോൾ H2, 2 മോൾ H2 എങ്ങനെ ചെയ്യും? നമ്മളിതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പോവുകയാണ്. 2 മോൾ H2 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇത് ഞാൻ മാച്ച് കളഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, മുമ്പ് പഠിപ്പിച്ച കോൺസെപ്റ്റൊക്കെ ഓർമ്മ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇവിടെ നോക്കടാ, 2 ഹൈഡ്രജൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 1 ഹൈഡ്രജൻ 1, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 മോളിക്കുലർ മാസ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 2 എത്രയാണ്? 4 ഗ്രാമാണ് ഇവിടുത്തെ ഹൈഡ്രജൻ്റെ വെയിറ്റ്. ഓക്സിജൻ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. അപ്പോൾ 1 അല്ലേ, 1 ഇൻറ്റു ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എത്ര? ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എത്ര? ഒരു ആറ്റത്തിൻ്റെ 16, അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 16 × 2 32 ഇതാ കിടക്കുന്നു 32 ഗ്രാം. വാട്ടറിൻ്റെ കേസ് നോക്കിയേ. വാട്ടറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 പ്ലസ് ഓക്സിജൻ 16, അപ്പോൾ എത്ര? 2 പ്ലസ് 4 എത്ര? 18. എത്ര മോൾസ് ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 × 18 എത്ര കിട്ടും? 36 ഗ്രാം എന്ന് കിട്ടും. അതായത് നമുക്ക് 2H2 പ്ലസ് O2 ഗീവ്സ് 2H2 എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വെയിറ്റിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാകും? 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു 32 ഗ്രാം ഓഫ് ഓക്സിജനുമായിട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 ഗ്രാം വാട്ടർ കിട്ടും. അപ്പോൾ നമ്മൾ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ പറഞ്ഞ ഇക്വേഷനെ നമ്മൾ ഗ്രാമിലോട്ട് മാറ്റും. ഇത് നമുക്കറിയാം. 4 ഗ്രാം നമുക്ക് അളക്കാൻ പറ്റും, 32 ഗ്രാം നമുക്ക് അളക്കാൻ പറ്റും, 36 ഗ്രാം നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി കാൽക്കുലേഷൻ ഭാഗങ്ങൾ ഈസി ആയിട്ട് മാറും ഇങ്ങനെ ചെയ്താൽ. ഇനി ഇവിടെ വെച്ചുകൊണ്ട് വേറൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്കട്ടെ, ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, അത് നമ്മൾ ആദ്യം മോളിലോട്ട് മാറ്റി. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഹൗ ക്യാൻ ദിസ് ഇക്വേഷൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് മാസ്? മാസിൻ്റെ ടേംസ് നമ്മൾ എങ്ങനെ മാറ്റും? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഹൈഡ്രോജൻ 2 മോളുണ്ട്. അപ്പോൾ 2 × 2 4 ഗ്രാംസ്. മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 × 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മോൾ ഓഫ് ഹൈഡ്രോജൻ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ 36 ഗ്രാം. സോ നമുക്കതിന് എഴുതാമല്ലോ, 4 ഗ്രാം വാട്ടർ റിയാക്ട് വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ഗീവ്സ് 36 ഗ്രാം വാട്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെയാണ് ചോദ്യം വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് ഇതിനെ എത്രയ്ക്ക് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ അർത്ഥം, ഈ ഇക്വേഷനെ നമ്മളൊന്ന് മനസ്സിലാക്കി വായിക്കാൻ ശ്രമിച്ച് എന്താ പറയുന്നത്? 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് ചേർന്നാൽ നമുക്ക് 36 ഗ്രാം വാട്ടർ
കിട്ടും അല്ലേ. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ 2 ഗ്രാം ഓക്സിജനുമായിട്ട് അല്ലേ കംപ്ലീറ്റ് ആയിട്ട് 32 ഗ്രാം ഓക്സിജനുമായിട്ട് കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്താൽ നമുക്കിവിടെ 36 ഗ്രാം വാട്ടർ കിട്ടും. എങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുമോ? ഹൗ മെനി ഗ്രാം ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റൈൻഡ് ഇഫ് 40 grams ഓഫ് ഹൈഡ്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ? അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യാൻ പഠിക്കണം. ഇതാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക്. ചോദ്യം എന്താടാ? 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് എത്രയെന്ന് പറയുന്നില്ല, ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം വാട്ടർ കിട്ടും? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ അറിയണം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടിയാൽ നമുക്കിവിടെ യൂണിറ്ററി മെത്തേഡാണ്. അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ അല്ലേ, 5 പേര് 2 ദിവസം കൊണ്ട് പണി തീർക്കുമെങ്കിൽ 3 പേര് എത്ര ദിവസം കൊണ്ട് പണി തീർക്കും? ആ രീതി നമ്മൾ പറയാറില്ലേ. ആ ഒരു ലോജിക്ക് യൂണിറ്ററി മെത്തേഡ് എന്ന് പറയും നമ്മൾ. വേറൊന്നുമില്ല, ഇവിടെ ചോദ്യം പറയുന്ന ഇത്രയേ ഉള്ളൂ. 4 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ കിട്ടും. എങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ, 40 അല്ലേ പറയുന്നത് അല്ലേ, 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എത്ര ഗ്രാം വാട്ടർ കിട്ടും? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരേടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഈ അറിഞ്ഞൂടെ അതിൽ നമ്മൾ എക്സ് എന്ന് ഇട്ടാൽ പോരെ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 4x is equal to 36 into 4 or x is equal to 36 into 4 divided by 4. 4 4 വെട്ടിപ്പോവും. x is equal to എത്ര കിട്ടും? 3 6. ആഹാ, ഇവിടെ തെറ്റ് പറ്റിയല്ലേ. ഞാൻ ഇവിടെ എന്താ ഇട്ടേക്കുന്നത്? ഈ 40യുടെ 0 ഇടാൻ മറന്നു അല്ലേ. അതല്ലേ ഞാൻ നോക്കുന്നത്. 40. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 10 കിട്ടും. അപ്പോൾ 36 into 10 നമുക്ക് എക്സ് എത്രയെന്ന് കിട്ടും? 360 ഗ്രാം എന്ന് കിട്ടും. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് 36 ഗ്രാം വാട്ടർ ഉണ്ടാവുമെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ എത്ര ഉണ്ടാവും? 360 ഗ്രാം വാട്ടർ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചോദ്യം തന്നാൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കാര്യം കിട്ടും. ഇനി അല്ല, മര്യാദയ്ക്ക് എഴുതി ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പ് നോക്കിക്കോ. ഇതാ ഇവിടുത്തെ സ്റ്റെപ്പ് നോക്കിക്കോടാ. 4 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ 36 ഗ്രാം കിട്ടി. എങ്കിൽ അതിൽ നിന്നും ഒന്നിൻ്റെത് കണ്ടുപിടിക്കാം. 1 ഗ്രാം കണ്ടുപിടിക്കാൻ എത്രയും മതി? 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 9 ഗ്രാം എന്ന് കിട്ടും. അങ്ങനെ 9 ഗ്രാം കിട്ടുമെങ്കിൽ 40 ഗ്രാം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40 into 9 360 ഗ്രാം എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ് മച്ച് ഹൈഡ്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി ആൻഡ് ഫോം വാട്ടർ? എന്ന് വെച്ചാൽ ഈ പറയുന്ന 40 ഗ്രാം ഹൈഡ്രജനുമായിട്ട് എത്ര ഓക്സിജൻ ചേരുമ്പോഴായിരിക്കും ഇത്രയും 320 ഗ്രാം ഓഫ് വാട്ടർ കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം മനസ്സിലായോ? ചോദ്യം ഇതിവിടെ മെയിൻ വിഷയം വരുന്നത് ചോദ്യം വായിച്ച് മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്ത കേസ് ഞാൻ ആദ്യം പറയുകയാണ്, എന്നിട്ട് ഇതിലോട്ട് പറയാം. 4 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ ഉണ്ടാകുമെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ എത്ര വെള്ളം ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പറഞ്ഞു 360 ഗ്രാം വാട്ടർ ഉണ്ടാവും. ഇവിടുത്തെ ചോദ്യത്തിൽ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ വേണമെന്നുള്ളതാണ് ചോദ്യം. അതായത് 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് 360 ഗ്രാം വാട്ടർ ഉണ്ടാവുമെങ്കിൽ എത്ര ഓക്സിജൻ ആയിരിക്കും ഇവിടെ വേണ്ടത്? അപ്പോൾ അതിന് നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മൾ തലപോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം. എന്തറിയാം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷനാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷനാണ്. ഈ ആദ്യത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് വെള്ളം ഉണ്ടായത്. എങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ എത്ര ഗ്രാം ഓക്സിജനുമായിട്ട് ചേരുമ്പോഴായിരിക്കും ഇത്രയും വെള്ളം ഉണ്ടാകുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ കിട്ടും? 4x is equal to 32 into 40. That is x is equal to 32 into 40 divided by 4. That is x is equal to 32 into 4 4 1. അപ്പോൾ എത്ര? 10. That is equal to 320 grams എന്ന് കിട്ടും. ഇതാ കിട്ടിയോ? 320 grams കിട്ടും. ഇതാണ് ലോജിക്ക്. ഈ ലോജിക്ക് നിങ്ങൾക്ക് കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഈസിയായി.
അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള രണ്ടാൾക്കാരുടെ സ്റ്റാൻഡേർഡ് സാധനം നമ്മൾ അറിയണം. അതായത് ഇപ്പോൾ ഇനി ഇതിവിടെ എങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിടി കിട്ടിയ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഹൈഡ്രജനും വാട്ടറിൻ്റെയും കാര്യമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഹൈഡ്രജനും ഹൗ മെനി ഗ്രാംസ് വാട്ടറിൻ്റെ കേസ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഹൈഡ്രജനും വാട്ടറും തമ്മിലുള്ള സ്റ്റാൻഡേർഡ് കാര്യം നമ്മൾ ആദ്യം എഴുതണം. നമുക്കറിയാമെന്നുള്ള കാര്യം എഴുതണം. അതായത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് എഴുതണം. എന്നിട്ട് അറിഞ്ഞൂടാത്തത് എത്രയാണെന്നുള്ളതിന് നമ്മൾ എക്സ് എന്നിട്ട് എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ എന്താ ചോദിച്ചത്? രണ്ടാമത്തെ കേസ് ചോദിച്ചത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അളവാണ് ചോദിച്ചത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അളവാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രജനെയും ഓക്സിജനും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യം എഴുതി, അറിഞ്ഞൂടാത്ത ആൾക്ക് എക്സ് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. ഈ രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 320 കിട്ടി. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ നോക്കടാം. നൈട്രജൻ്റെ കേസ് തന്നേക്കാം. നൈട്രജൻ്റെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് തന്നേക്കാം. ഓക്കെ, ദ റിയാക്ഷൻ വിത്ത് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് ടു ഗീവ് അമോണിയ ഈസ് ഓഫ് ദ ഹയസ്റ്റ് സിഗ്നിഫിക്കൻസ്. അതായത് N2 + 3H2 ഗീവ്സ് 2NH3. ഇതാണ് ഇവിടുത്തെ ബാലൻസ്ഡ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ പറയുന്ന ആരെ പറ്റിയിട്ടാണ്? മോളിക്യൂളിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഇതിനെ എന്തിലോട്ട് മാറ്റണം? മാസ് അഥവാ ഗ്രാമിലോട്ട് മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസിലോട്ട് ഇതിനെ ആദ്യം എഴുതണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 1 അല്ലെ, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 3 മോൾ ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ ഓഫ് അമോണിയ. 1 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 3 മോൾ ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ ഓഫ് അമോണിയ. എന്നിട്ട് ഈ മോളിനെ നമ്മൾ ഗ്രാമിലോട്ട് മാറ്റാം. എന്ത് ചെയ്യും? 1 ഇൻറ്റു നൈട്രജൻ്റെ മോളിക്കുലാർ മാസ്, 3 ഇൻറ്റു ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ്, 2 ഇൻറ്റു അമോണിയയുടെ മോളിക്കുലാർ മാസ്. ഓരോന്നും കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കിക്കോ. ഇത് അടക്കുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നൈട്രജൻ്റെ കാര്യം നോക്കാം. നൈട്രജൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 7. അപ്പോൾ അറ്റോമിക് മാസ് 14. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 14 + 14 ഇൻറ്റു 2 28. അപ്പോൾ നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് 28. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 2. അമോണിയയുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ എത്രയുണ്ട്? 14 + 15 16 17 അല്ലെ, 17 നൈട്രജൻ്റെ. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാമിലോട്ട് മാറ്റി അതിൻ്റെ മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ നൈട്രജൻ്റെ കേസ് നമുക്ക് പറയാൻ പോവുകയാണ്. നൈട്രജൻ എത്രയുണ്ട്? 1 മോളുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 28 പ്ലസ് വേണ്ട, 1 ഇൻറ്റു 28 എന്താണ്? നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ എത്ര? 3 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 2 ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് എന്ത് തരും? 2 ഇൻറ്റു 17 അല്ലേ, 2 ഇൻറ്റു എന്താണ്? 17 അല്ലേ, അമോണിയയുടെ 17 അല്ലേ വന്നിരിക്കുന്നത്. 17 എന്താണ്? അമോണിയ. അപ്പോൾ 28 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ വിൽ ഗീവ് 17 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 34 ഗ്രാം ഓഫ് എന്ത് തരും? അമോണിയ തരും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറ്റാൻ പഠിച്ചു? ഗ്രാമിലോട്ട് മാറ്റാൻ പഠിച്ചു. സോ ഗ്രാം 28 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 34 ഗ്രാം ഓഫ് അമോണിയ. ഇനി ഇവിടെ നിന്ന് ചോദ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? ചോദ്യം ഇതാണ്. ഇഫ് വി നോ ഹൗ മച്ച് അമോണിയ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് വി ക്യാൻ ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ്. നോക്കിയേ, ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 6 മോൾസ് ഓഫ് അമോണിയ. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം 1 മോൾ ഓഫ് നൈട്രജനും 3 മോൾ ഓഫ് ഹൈഡ്രജനും ചേർന്നാൽ 2 മോൾ അമോണിയ കിട്ടും അല്ലേ? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും ചേർന്നാൽ നമുക്ക് 2 മോൾ അമോണിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 മോൾ അമോണിയ ഉണ്ടാകാൻ എത്ര മോൾ നൈട്രജനും എത്ര മോൾ ഹൈഡ്രജനും വേണമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എടുത്ത് ഇവിടെ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കപ്പോൾ അല്ലാത്ത മെത്തേഡ് തന്നെ ചെയ്യാം. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നൈട്രജൻ എത്ര വേണമെന്നാണ്. നമുക്കറിയാമെന്നുള്ള ഇക്വേഷൻ എന്താണ്? തൊട്ട് മുന്നത്തെ ഇക്വേഷൻ അല്ലേ? തൊട്ട് മുന്നത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? 1 മോൾ ഓഫ് നൈട്രജൻ അല്ലെ, 1 മോൾ ഓഫ് നൈട്രജൻ 2 മോൾ അമോണിയ തരും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി കൂടെ? വർക്കാവാത്ത 1 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്താൽ നമുക്ക് 2 മോൾ അമോണിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മോൾ അമോണിയ കിട്ടാൻ നൈട്രജൻ എത്രയായിരിക്കും വേണ്ടത്? അരയായിരിക്കും. ഇതിൻ്റെ പകുതിയല്ലേ അര. അപ്പോൾ അര നൈട്രജൻ ചേർന്നാൽ നമുക്ക് 1 അമോണിയ കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 6 അമോണിയ കിട്ടാൻ എത്ര വേണം? 6 ഇൻറ്റു അര എത്ര? 3 മോൾ നൈട്രജൻ മതി. ഓക്കെ ആണോ? 3 മോൾ നൈട്രജൻ മതി. അടുത്ത് ഇവിടെ നോക്കിയേ,
3 മോൾ ഹൈഡ്രോജൻ ചേരുമ്പോൾ നമുക്ക് 2 മോൾ അമോണിയ കിട്ടും അല്ലേ? അപ്പോൾ നോക്കിക്കോ, 3 മോൾ ഹൈഡ്രോജൻ നമുക്ക് 2 മോൾ അമോണിയ തരുമെങ്കിൽ 1 മോൾ അമോണിയ തരാൻ എത്ര ഹൈഡ്രോജൻ വേണം? 3ൻ്റെ പകുതി. എത്ര? 3ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3/2 ഹൈഡ്രോജൻ വേണം. അങ്ങനെയാണെങ്കിൽ 6 മോൾ അമോണിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ 3/2 × 6 അല്ലേ? 2 എത്ര? 2 4 3 3 9. അപ്പോൾ 9 മോൾ ഹൈഡ്രോജൻ വേണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും 6 മോൾ അമോണിയ ഉണ്ടാക്കാൻ 3 മോൾ നൈട്രോജനും 9 മോൾ ഹൈഡ്രോജനും നമുക്ക് വേണം. ഓക്കെ, എത്ര വേണം? ഇതാ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 6 മോൾ അമോണിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 മോൾ എന്ത് വേണം? നൈട്രോജനും 9 മോൾ ഹൈഡ്രോജനും വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും അറിഞ്ഞുകൂടാത്തത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എടാ, ഇനി ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 3 മോൾ ഓഫ് നൈട്രോജൻ ഷുഡ് റിയാക്ട് വിത്ത് 9 മോൾ ഓഫ് ഹൈഡ്രോജൻ ടു ഫോം 6 മോൾസ് ഓഫ് അമോണിയ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച്, റേഷ്യോയുടെ കണക്കനുസരിച്ച് ഒരു നിശ്ചിത അളവിൽ അല്ലേ, നമ്മൾ ഏതെങ്കിലും അളവിൽ എന്തെങ്കിലും ചേർത്താൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടത്തില്ല. 3 മോൾ നൈട്രോജനും 9 മോൾ ഹൈഡ്രോജൻ ചേരുമ്പോഴേ നമുക്ക് 6 മോൾ അമോണിയ കിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കുറവാണെങ്കിൽ റിയാക്ഷൻ അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നോക്കടാ. വാട്ട് ക്വാണ്ടിറ്റി ഓഫ് അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ 6 മോൾസ് ഓഫ് നൈട്രോജൻ റിയാക്ട് വിത്ത് 6 മോൾസ് ഓഫ് ഹൈഡ്രോജൻ? 6 മോൾ നൈട്രോജനും 6 മോൾ ഹൈഡ്രോജൻ തമ്മിൽ ചേർന്നാൽ എത്ര അമൗണ്ട് അമോണിയ കിട്ടുമെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ? 6 മോൾ നൈട്രോജനും 6 മോൾ ഹൈഡ്രോജനും ഉണ്ട്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് എത്ര മോൾ അമോണിയ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ, ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 6 മോൾസ് ഓഫ് നൈട്രോജൻ, ഈ 6 മോൾ നൈട്രോജൻ ഉപയോഗിക്കണമെങ്കിൽ അവിടെ എത്ര മോൾ ഹൈഡ്രോജൻ വേണം? നോക്കണം, ഇവിടെ റേഷ്യോ നോക്ക്. 3 നൈട്രോജന് 6 ഹൈഡ്രോജൻ വെച്ച് വേണം. അങ്ങനെയാണെങ്കിൽ 3 നൈട്രോജന് 6 ഹൈഡ്രോജൻ വേണം. അങ്ങനെയാണെങ്കിൽ 6 നൈട്രോജന് എത്ര ഹൈഡ്രോജൻ വേണം? പറ, എത്ര വേണം? നമ്മുടെ യൂണിറ്ററി മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നേരത്തെ ഞാൻ പറഞ്ഞ പരിപാടി വെച്ചിട്ട് എക്സ് വേണം. എങ്ങനെ കണ്ടുപിടിക്കും? 3x = 36. x = 36/3. ദാറ്റ് ഇസ് x = 18. അതായത് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള 6 മോൾ നൈട്രോജനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിനിവിടെ 18 മോൾ ഹൈഡ്രോജൻ വേണം. പക്ഷേ ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 6 ഉള്ളൂ. അപ്പോൾ എന്തായാലും 6 മോൾ നൈട്രോജന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എത്ര റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 6 grams ഓഫ് ഹൈഡ്രോജൻ, 6 ഗ്രാം ഹൈഡ്രോജനുമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര നൈട്രോജൻ വേണം എന്നുള്ളത് ആലോചിച്ചാൽ മതി. കാരണം തിരിച്ചു പറ്റത്തില്ല. നൈട്രോജൻ ഫുള്ള് റിയാക്ട് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം അതിന് എത്ര? 18 ഹൈഡ്രോജൻ വേണം. അതിവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഹൈഡ്രോജൻ്റെ കാര്യം നോക്കാം. 3 ഹൈഡ്രോജൻ ചേരുമ്പോൾ, അതെ 3 ഹൈഡ്രോജൻ അല്ലേ ചേരുന്നത്? അതെ, 3 ഹൈഡ്രോജൻ ചേരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 3 ഹൈഡ്രോജൻ 1 നൈട്രോജൻ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന അമോണിയ കിട്ടും. ഇവിടെ നോക്കിയോ, ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 6 മോൾസ് ഓഫ് ഹൈഡ്രോജൻ, ഈ 6 ഹൈഡ്രോജനായിട്ട് ചേരണമെങ്കിൽ നമുക്ക് എത്ര? 6/3, അതായത് 2 മോൾ നൈട്രോജൻ വേണം. എത്ര വേണം? 2 മോൾ വേണം. കാരണം ആലോചിച്ച് നോക്കടാ, ഒരു നൈട്രോജനുമായിട്ട് ചേരുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്ത് പറ്റും? നോക്കടാ, ഇവിടുത്തെ റിയാക്ഷൻ നോക്കിയേ. ഹൈഡ്രോജൻ ഈസ് ദ ലിമിറ്റിംഗ്, അല്ല ഇവിടെ ഹൈഡ്രോജനാണ് ഇവിടെ അളവ് ലിമിറ്റ് ചെയ്യുന്നൊരു കാര്യം. കാരണം എന്താ? ഹൈഡ്രോജൻ ആവശ്യത്തിനില്ല. 18 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ 6 നൈട്രോജനുമായിട്ട് ചേർന്ന് റിയാക്ഷൻ നടത്തുന്നു. പക്ഷേ ഇവിടെ നടക്കൂ? ഇല്ല. ഇവിടെ എത്രയേ ഉള്ളൂ? ഹൈഡ്രോജൻ 6 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ ഹൈഡ്രോജൻ 6 എണ്ണത്തിൽ 3 എണ്ണം ആദ്യത്തെ ഒരു നൈട്രോജനുമായിട്ട് ചേരും, അടുത്ത 3 എണ്ണം അടുത്ത നൈട്രോജനുമായിട്ട് ചേരും. റിയാക്ഷൻ അവിടെ എന്ത് ചെയ്തു? സ്റ്റോപ്പായി. സ്റ്റോപ്പായി. അപ്പോൾ നോക്കിയേ, 2 മോൾ ഓഫ് അമോണിയ അല്ലേ 6 മോൾ ഓഫ് ഹൈഡ്രോജനായിട്ട് ചേരുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 4 മോൾ ഓഫ് അമോണിയ കിട്ടും. എത്ര അമോണിയ കിട്ടും? 4 മോൾ ഓഫ് അമോണിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര നൈട്രോജൻ യൂസ് ചെയ്തു? 2 മോൾ നൈട്രോജൻ യൂസ് ചെയ്തു. എത്ര ഹൈഡ്രോജൻ യൂസ് ചെയ്തു? 6 മോളും യൂസ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 4 മോൾ ഓഫ് എന്ത് കിട്ടി? 4 മോളെല്ലാം ലെഫ്റ്റ് ഓവറാണ്. മിച്ചം എത്രയുണ്ട്? 4 ഉണ്ട് അല്ലേ? 6ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 4 നൈട്രോജൻ ബാക്കിയുണ്ട്. അതാണ് ഇവിടുത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഓൺലി 2 മോൾസ് ഓഫ് നൈട്രോജൻ റിയാക്ട് വിത്ത്, ഇങ്ങനത്തെ കേസിൽ 2 മോൾസ് ഓഫ് നൈട്രോജൻ 6 മോൾസ് ഓഫ് ഹൈഡ്രോജൻ റിയാക്ട് ചെയ്ത് 4 അമോണിയ ഉണ്ടാക്കും. ബാക്കി എത്ര ബാക്കി ഉണ്ടാവും? 4 മോൾ നൈട്രോജൻ എന്ന് പറയുന്നത് ഇവിടെ ബാക്കി ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എത്ര അളവ് ചേർത്താൽ എന്ത് കിട്ടും, എത്ര ചേർത്താൽ ബാക്കി എത്ര ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന
മോളിക്യൂളുകളുടെ അളവ് മോളിക്യൂളിൽ നിന്ന് മാറ്റി വെയിറ്റിലോട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ ഇനിയും വരും. ഓക്കെ, ഇവിടുത്തെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, കമ്പഷൻ ഓഫ് ബയോഗ്യാസ് ആണ് തന്നിട്ടുള്ളത്. അതായത് CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതായത് മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കിട്ടുന്നു. നമ്മൾ നേരത്തെ പറയുമല്ലോ മോൾസിലോട്ട് ഇത് പറഞ്ഞു നോക്കിയേ. 1 മോള് അമോണിയ 2 മോൾ ഓക്സിജനായിട്ട് ചേരുമ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 2 മോൾ വാട്ടറും കിട്ടും. ഗ്രാമിലോട്ട് പറഞ്ഞേ. ഗ്രാമിൽ പറയാൻ നമുക്ക് എന്ത് വേണം? അമോണിയ CH4, കാർബൺ 12, ഹൈഡ്രജൻ 4. 12 4 എത്ര? 16 അല്ലേ? 16 × 1 16. 16 ഗ്രാം അമോണിയ. ഓക്സിജൻ എത്ര? 16. അപ്പോൾ 32 ഗ്രാം ഓക്സിജൻ അല്ലേ? 32, 2 മോൾ ഉണ്ടല്ലോ, അപ്പോൾ 2 മൾട്ടിപ്ലൈ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓക്സിജൻ എടുത്ത് 32. 32 × 2 എത്ര വരും? 32 × 2 എത്ര വരും? 32 × 2 2 4 3 64 അല്ലേ? 64 ഗ്രാം ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൻ്റെത് 12 12 12 44 അല്ലേ? CO2ൻ്റെ 44. വാട്ടറിന് എത്രയാണ്? 16 18. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇങ്ങനെ തന്നെയാണോ? കറക്റ്റാണോ നോക്കാം. നമുക്ക് നോക്കിയേ, ഇതാ ഇവിടെ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എത്രയാണ്? 16 ഗ്രാം 64 44 36. 16 64 44. ഓക്കെ, ഓക്സിജൻ്റെ അളവ് 2 മോളുണ്ട്. ഞാൻ ഈ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി അല്ലേ? 2 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ 2 മോൾ എന്ന് പറയുമ്പോൾ 18 × 2 എത്ര വരും? 36 എന്ന് വരും. എത്ര വരും? 36 ഗ്രാം വാട്ടർ. 36 തന്നെ അല്ലേ? സത്യം പറഞ്ഞാൽ ലോങ് ക്ലാസ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിക്കുകയാണ്. അപ്പോൾ എന്താണ്? 36 ഗ്രാം എന്ന് കിട്ടും. ഇവിടെ നിന്ന് ചോദിച്ചു നോക്കി, വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 16 ഗ്രാം ഓഫ് മീഥെയിൻ. 16 ഗ്രാം മീഥെയിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എത്രയാണ്? 64 ഗ്രാം ഓക്സിജൻ വേണം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 16 grams ഓഫ് മീഥെയിൻ. 16 ഗ്രാം മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ് ചെയ്യുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോം ചെയ്തത്. സോ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന ഫോസിൽ ഫ്യൂലുകൾ കത്തിക്കുമ്പോൾ അല്ലേ, വെറും 16 ഗ്രാം മീഥെയിൻ കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് നിങ്ങളുടെ അവബോധമാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 44 ഗ്രാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൊല്യൂഷന് കാരണമാക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം ഫോസിൽ ഫ്യൂലുകളുടെ ബേണിങ് കുറയ്ക്കണം, പ്രകൃതിക്ക് അത് നല്ലതല്ല എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പറയുന്നു. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ഒരു ചെറിയ ചോദ്യം കൂടെ, വേറൊന്നുമില്ല, സിമ്പിളാണ്, വേറൊന്നുമില്ല, നോക്കടാ. ആസിഡുകളെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈമും ബേക്കിംഗ് സോഡയും പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് ലൈം എന്ന് പറയുന്നത്, ഇതാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ എന്നിട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈം നീഡഡ് ടു ന്യൂട്രലൈസ് 980 kilograms ഓഫ് സൾഫ്യൂരിക് ആസിഡ്. 980 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് എത്ര ഗ്രാം ലൈം ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മോൾ കോൺസെപ്റ്റ് വെച്ച് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. നോക്കിക്കോ, CaOH2, ഇതാണ് ലൈം എന്ന് പറയുന്നത്. H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. നമുക്കിവരുടെ എന്ത് വേണം? കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര അളവ് വേണമെന്നാണ് ഇതിൻ്റെ അളവാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ അതിൽ 980 ഗ്രാം എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ CaSO4ൻ്റെ H2SO4ൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം H2SO4ൻ്റെത് ഹൈഡ്രജൻ 2, സൾഫർ ഓക്സിജൻ, നമുക്ക് 98 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, മോളാർ മാസ്. ഇനി ഈ പറയുന്ന നമ്മുടെ CaOHൻ്റെ ആണെങ്കിൽ എത്ര കിട്ടും? 74 എന്ന് കിട്ടും. ഇത് ഞാൻ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? കാർബണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ H2SO4ൻ്റെ ഹൈഡ്രജൻ്റെ സൾഫറിൻ്റെ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എടുത്ത് കൂട്ടിയാൽ മതി, നമുക്കിവിടെ കിട്ടുമല്ലോ. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഗ്രാം ഉണ്ട്? 980 കിലോഗ്രാം ഉണ്ട്. അതായത് 9800 ഗ്രാമാണ് എന്തുള്ളത്? H2SO4 ഉള്ളത്. ഈ H2SO4 നമുക്ക് എത്ര മോൾസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഈ 9800 നമ്മൾ 92 ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും 10,000 മോൾസ് ഓഫ് എന്താണുള്ളത്? സൾഫ്യൂരിക് ആസിഡാണ് ഉള്ളത്. 10,000 മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡാണ് ഉള്ളത്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് എത്ര വേണം? 10,000 മോൾസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തന്നെ വേണം. അപ്പോൾ 10,000 മോൾസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് എത്ര ഗ്രാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 10,000നെ ഇതിൻ്റെ മോളിക്കുലർ മാസ് 74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 74,000 അല്ല 7,40,000 ഗ്രാം എന്ന് കിട്ടും. ഈ 7,40,000 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മറ്റേ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് 140 കിലോഗ്രാം എന്ന് കിട്ടും. സോ നമുക്കിവിടെ 980 കിലോഗ്രാംസ് ഓഫ് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് 740 കിലോഗ്രാം ഓഫ് എന്ത് മതി? ലൈമ് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം. നമുക്ക് ക്ലാസ് കുറച്ച് ലെങ്തി ആയി പോയി എന്ന് തോന്നുന്നു. ഓക്കെ, എങ്കിലും
തൽക്കാലം നമുക്കിതിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കിതിനെ കൂടുതൽ എന്ത് ചെയ്യാം, വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.